തങ്കയങ്കി ഘോഷയാത്ര എത്തുന്ന ചൊവ്വാഴ്ച ശബരിമലയിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം. വെർച്വൽ ക്യൂ 64,000 പരിമിതിപ്പെടുത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ബുധനാഴ്ച 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി അനുമതി നൽകുക. തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ചൊവ്വാഴ്ച വൈകിട്ട് 5:15 ശരംകുത്തിയിൽ സ്വീകരണം നൽകും. വെർച്വൽ ക്യൂവിൽ 26-ാം തീയതി ഞങ്ങൾ 64,000 വെർച്വൽ ക്യൂ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടാൻ പറ്റുന്ന ഒരു തിരക്കൊക്കെ കരുതിയാണ് 64,000 ക്രമപ്പെടുത്തി. 26-ന് 27-ന് 70,000 നേരത്തെ തന്നെ നമ്മൾ അങ്ങനെ അപ്രകാരം ക്രമപ്പെടുത്തിയതാണ്. ജനുവരി മുതൽ 80,000 തന്നെയാണ്. അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം 80,000 തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രമീകരിച്ചതുപോലെ തന്നെ 80,000 തന്നെയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഹൈക്കോടതി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് 15,000 ആക്കാമെന്നാണ് ദേവസ്വം ബോർഡ്. രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി ഉണ്ട്. രാഹുൽ, ഇന്ന് സന്നിധാനത്ത് തിരക്ക് എങ്ങനെയാണ്? ഇപ്പോൾ ഇനി ഈ തങ്കയങ്കി ഘോഷയാത്ര എത്തുന്ന ദിവസങ്ങളിൽ കുറെ കൂടി ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? ഗോപി, മണ്ഡലപൂജ അടുത്തിരിക്കെ തീർത്ഥാടക പ്രവാഹം തുടരുകയാണ്. ഇന്ന് ഇതുവരെ 50,000-ലധികം ആളുകളാണ് തീർത്ഥാടനം നടത്തിയിട്ടുള്ളത്. തിരക്ക് അത് വലിയ രീതിയിൽ തുടരുന്നുണ്ട്. സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും ഉൾപ്പെടെ കടുത്ത നിയന്ത്രണങ്ങൾക്ക് ശേഷം ഘട്ടം ഘട്ടമായാണ് ആളുകളെ സന്നിധാനത്തേക്ക് പറഞ്ഞു വിടുന്നത്. അതോടൊപ്പം മണ്ഡലപൂജയുടെ ഭാഗമായാണ് ചില നിയന്ത്രണങ്ങൾ, അത് ദർശന സമയത്തിലും ഒപ്പം തന്നെ വെർച്വൽ ക്യൂവിലും ആ നിയന്ത്രണങ്ങൾ ചിലത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. PS പ്രശാന്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്ത് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. അതിൽ പറയുന്ന അനുസരിച്ച് 26-ാം തീയതി നട തുറക്കുക വൈകിട്ട് 5 മണിക്കാണ്. സാധാരണ 3 മണിക്ക് നട തുറക്കാറുണ്ട്. അന്ന് 5 മണിക്കായിരിക്കും നട തുറക്കുക. അതോടൊപ്പം തന്നെ 26-ാം തീയതി വെർച്വൽ ക്യൂ 64,000 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 90,000 വരെ വെർച്വൽ ക്യൂ വരാറുണ്ട്. അതാണ് 64,000 പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം 27-ാം തീയതി രാവിലെ 10:30-നും 11:30-നും ഇടയിലാണ് മണ്ഡല പൂജ നടക്കുക. അന്ന് രാവിലെ 9:45 വരെ ആയിരിക്കും നെയ്യഭിഷേകത്തിനുള്ള അവസരം ഉണ്ടാവുക. സാധാരണ ദിവസങ്ങളിൽ 11:30 വരെ ആയിരിക്കും നെയ്യഭിഷേകം ഉണ്ടാവുക. അതോടൊപ്പം 27-ാം തീയതി വെർച്വൽ ക്യൂ 70,000 പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 25,69,671 പേരാണ് തീർത്ഥാടനം നടത്തിയതായും അല്പം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് പറയുകയുണ്ടായി. എന്താണെങ്കിലും നിയന്ത്രണ വിധേയമായി കാര്യങ്ങൾ തുടരുകയാണ് ഗോപി. അതോടൊപ്പം നിലവിലുണ്ടായിരുന്ന അരവണ പ്രതിസന്ധിയും മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഗോപി, രാഹുൽ സുരേഷ് ആണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.